അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു എതിർപ്പുമില്ല അദ്ദേഹത്തിന് എന്നോട് വാത്സല്യമാണ്, സ്നേഹമാണ്. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ടാണല്ലോ സംസാരിച്ചത് മാധ്യമങ്ങൾ. പിന്നെ എന്താ, ഞാനുമായിട്ട് എന്നോട് യാതൊരു തരത്തിലുള്ള വിഷമോ നീരസമോ ഇല്ല. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ കൂടെ ഉണ്ടാവും, എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നു, തീർച്ചയായിട്ടും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കെ മുരളീധരൻ ഉയർത്തിയ, അതായത് ആദ്യ ദിവസം തന്നെ ഉയർത്തിയ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിക്കെതിരെ തുടരെ നടത്തിയ പല പരാമർശങ്ങളും അത് ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റായി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ തിരുത്തണം, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ഒരു തിരുത്ത് വേണം എന്ന് കെ മുരളീധരൻ തുടക്കഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. താങ്കൾ ഇപ്പോൾ ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ അന്നത്തെ ആ പരാമർശങ്ങളിൽ ഒരു പശ്ചാത്താപമുണ്ടോ? അതിനുള്ള മറുപടിയും മുരളിയേട്ടൻ ഇന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ കൂടുതൽ, അദ്ദേഹം പറഞ്ഞതിൽ കൂടുതൽ എന്ത് വിശദീകരണം ഇനിയിപ്പോൾ അതിൽ വേണ്ടത്? ഈ സന്ദീപ് തുടക്കം മുതൽ തന്നെ പറഞ്ഞൊരു വാചകമാണ് പിക്ചർ അഭി ബാക്കി ഹേ എന്ന്. ഇനി വരാനിരിക്കുന്ന പിക്ചറിൽ എന്താണ് സസ്പെൻസ് പ്രതീക്ഷിക്കണം? സസ്പെൻസുകൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നല്ലേ? ട്വിസ്റ്റ് പ്രതീക്ഷിക്കണം. കെ മുരളീധരൻ പക്ഷേ ഇന്ന് പാലക്കാട്ടേക്ക് പോയില്ല. ഇന്ന് കൊട്ടിക്കലാശമാണ്. ഒരുപക്ഷെ കെ മുരളീധരൻ്റെ സാന്നിധ്യം അവിടെ അനിവാര്യമായിരുന്നു. കെ മുരളീധരനെ പോലെ, സന്ദീപ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ, കെ മുരളീധരനെ പോലെ തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ആ കൊട്ടിക്കലാശത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചുകൂടെ മുതൽക്കൂട്ടാകുമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇന്ന് കൊട്ടിക്കലാശത്തിന് പോകാൻ തയ്യാറാവാതിരുന്നത്? അല്ല, അദ്ദേഹം പ്രചരണത്തിൽ സജീവമായി പങ്കെടുത്ത ഒരാളാണല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹം ഇന്ന് കോഴിക്കോട് എന്തോ കാര്യത്തിന് പോവുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതൊക്കെ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം ഈ പ്രചരണത്തിൽ നിങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞു, വലിയ വിവാദങ്ങളുണ്ടാക്കി. അദ്ദേഹം വന്നു, വളരെ ആവേശപൂർവ്വം പരിപാടികളിൽ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി വിജയത്തിന് വേണ്ടി അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് സംസാരിച്ചിട്ടാണ് പോയത്. അദ്ദേഹം ഗ്രൗണ്ട് ഒരുക്കിയിട്ടാണ് പോയിട്ടുള്ളത്. ഇനി അവിടുന്ന് വിളവെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓൾ സെറ്റ് എന്നാണ് ശ്രീ കെ മുരളീധരൻ ഉഴുതുമറിച്ചിട്ടാണ് പോയിട്ടുള്ളത്. വിളവെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അത് ഞങ്ങൾ ചെയ്യും. താങ്കളിപ്പോൾ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പോവുകയാണല്ലോ. സന്ദീപ് വാര്യർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾക്കെതിരെ മുഖ്യമന്ത്രി വളരെ പാണക്കാട്ടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്താൻ, അതായത് വളരെയേറെ ദൗർഭാഗ്യകരമാണെന്ന് പാർട്ടി കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറയുകയുമുണ്ടായി. മുഖ്യമന്ത്രിക്ക് ഉള്ള മറുപടി എന്താണ്? നോക്കൂ, ഞാൻ കേരളത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിട്ടുള്ള പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ പോയപ്പോൾ എനിക്ക് അവിടെ ലഭിച്ചിട്ടുള്ള സ്വീകരണം, അവിടെ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതൃത്വവും കേരളത്തിൻ്റെ ഒരു ആത്മീയ നേതൃത്വം കൂടിയായിട്ടുള്ള പാണക്കാട്ടെ തങ്ങൾ കുടുംബം എന്നെ സ്നേഹിച്ച് അവിടെ സ്വീകരിച്ചതുമൊക്കെ എന്തിനാണ് മുഖ്യമന്ത്രിയെ ഇങ്ങനെ വിറളുപിടിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇത് വലിയൊരു സന്ദേശമല്ലേ കേരളത്തിന് കൊടുക്കുന്നത്? അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിലയ്ക്ക് അദ്ദേഹം സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഒരു നന്മയുടെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു വലിയ സന്ദേശം പുറത്തേക്ക് വരുന്ന ഒരു കൂടിച്ചേരൽ കാണുമ്പോൾ, ഒരു സ്വീകരണം കാണുമ്പോൾ അദ്ദേഹം മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അത് സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇനി എന്നെ എന്ത് വേണോ വിമർശിച്ചോട്ടെ, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമാണ്, ഇന്നലെ വരെ BJPയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്നെ എന്ത് വേണമെങ്കിലും പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന പാണക്കാട്ടെ തങ്ങളെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ആക്ഷേപകരമായിട്ട് സംസാരിക്കുന്നത്? വളരെ മോശമല്ലേ? മുഖ്യമന്ത്രിക്ക് ചേർന്നാണോ അത് ആ കുടുംബത്തെ ആക്ഷേപിക്കുന്നതിന് ഒരിക്കലും മലയാളികൾ അംഗീകരിക്കില്ല. അത് മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാകാത്തഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കേരളത്തിലെ മുസ്ലിം ലോകത്തിൻ്റെ മാത്രമല്ല മുഴുവൻ കേരളത്തിൻ്റെയും ഒരു ആധ്യാത്മിക തേജസ്സായിട്ടുള്ള ഒരു വ്യക്തിയെ ഇതുപോലെ ആക്ഷേപിച്ചതെന്നുള്ളത്? കേരളം ഇതിന് മാപ്പ് കൊടുക്കില്ല. നമ്മളൊരു സിനിമാ പേര്, പ്രസക്തമായൊരു സിനിമാ പേരുണ്ട്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്നുള്ളത്. ഇന്ന് ആ രണ്ട് നക്ഷത്ര തിളക്കമായി സന്ദീപും കെ മുരളീധരനും അവിടെ മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പാർട്ടി അങ്ങോട്ട് ശോഭിക്കും എന്നാണ് സന്ദീപ് പറയുന്നത്. അല്ല, ശ്രീ കെ മുരളീധരൻ വലിയൊരു നക്ഷത്രമാണ്. കോൺഗ്രസിൻ്റെ ആകാശത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നക്ഷത്രമാണ് കെ മുരളീധരൻ. വളരെ അത്ഭുതത്തോടു കൂടി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രം. അദ്ദേഹത്തിൻ്റെ കാണാൻ സാധിച്ചു, അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങാൻ സാധിച്ചു. വലിയ സന്തോഷം. അങ്ങനെ കെ മുരളീധരനും സന്ദീപ് വാര്യരും തമ്മിൽ നിലനിന്നിരുന്ന, ഒരുപക്ഷെ കെ മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞിരുന്ന ആ സ്വാരസ്യങ്ങളൊക്കെ ഇന്ന് ശ്രീകൃഷ്ണപുരത്ത് മഞ്ഞുരുകുകയാണ്. അരുൺ കിഷോറിനൊപ്പം അശ്വജിത് സി, മാതൃഭൂമി ന്യൂസ്.